അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെയേറെ അസാധാരണത്വമുള്ള ആവേശകരമായ, നാളെ ഒരുപക്ഷെ ഈ സദസ്സിൽ പങ്കെടുത്തവർ ഇൻഷാ അല്ലാഹ് പിന്നീട് ഓർക്കുമ്പോൾ അവിസ്മരണീയമായി അനുഭവപ്പെടാനിരിക്കുന്ന KMCCയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ അങ്കണ മധ്യത്തിൽ ഈ മനോഹരമായ, ശാലീന സുന്ദരമായ, പ്രശാന്ത ഗംഭീരമായ കാലാവസ്ഥയുടെ പ്രത്യേകത പരിഗണിക്കുമ്പോഴും വളരെ കുളിർമയൂറുന്ന ഈ രാവിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പരിപാടി സംഘടിപ്പിച്ച കോട്ടക്കൽ നിയോജകമണ്ഡലം KMCC കമ്മിറ്റിയെ, അതിൻ്റെ ഭാരവാഹികളെ ഞാൻ ആദ്യമായി മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. ആധ്യക്ഷം വഹിക്കുന്ന അതിൻ്റെ പ്രസിഡൻറ്റ് പ്രിയപ്പെട്ട എൻ്റെ അനുജ സഹോദരൻ CV അഷ്റഫ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള KMCCയുടെ ദേശീയ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ്, KMCCയുടെ നേതാവ് എന്നതിലുപരി മുസ്ലിം ലീഗിൻ്റെ ഭൂതകാലത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയും ഒക്കെ ഒരുപാട് അനുഭവങ്ങൾ തൻ്റെ വ്യക്തിത്വത്തിലും സേവന ചരിതത്തിലും രേഖപ്പെടുത്താൻ സൗഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ, കോട്ടക്കലും പുത്തൂരും ഏകദേശം ഒരേ പ്രദേശമാണ്, പേരുകൊണ്ട് രണ്ട് എന്ന് പറയുന്നെങ്കിലും ഒരേ ഗ്രാമമാണ്. പുത്തൂർ റഹ്മാൻ സാഹിബിൻ്റെ വീടും എൻ്റെ വീടും തമ്മിൽ ആകെയുള്ള വ്യത്യാസം ഒരു തോടാണ്. ആ തോട് ഇപ്പോൾ 10 കോടി രൂപ വികസനം കൊണ്ടുവന്ന് വലിയ പണി തകൃതിയായി നടത്തി നവീകരിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ആ തോട്ടിലാണ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മണ്ണാത്തിക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെള്ളത്തിൽ ചാടിയിട്ട് നീന്തൽ പഠിച്ചത്. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി എന്നതിലുപരി നമ്മുടെ നാടിൻ്റെ നാളെയുടെ ശോഭനമായ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കാനിരിക്കുന്ന എൻ്റെ ബഹുമാന്യ സുഹൃത്ത്, പ്രഗത്ഭനായ ആബിദ് ഹുസൈൻ തങ്ങൾ അവർകളെ, കോട്ടക്കൽ നഗരസഭയുടെ ചെയർമാൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കുകയും അങ്ങനെ കാണുകയും ചെയ്യുന്ന ഈ യോഗത്തിൻ്റെ ഉള്ളടക്കത്തിന് ഗൗരവം വർദ്ധിപ്പിക്കുമാറ് തൻ്റെ സാന്നിധ്യം കൊണ്ട് ഇവിടെ എത്തി ഇതിനെ തുണച്ചിട്ടുള്ള പ്രിയപ്പെട്ട KK നാസർ, ധാരാളം നേതാക്കന്മാർ ഉണ്ട് വേദിയിലുള്ള ബഹുമാനപ്പെട്ട KMCCയുടെ ദുബായ് കമ്മിറ്റിയുടെ പ്രഗത്ഭനായ പ്രസിഡൻ്റ് എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ അൻവർ നഹ, ജില്ലാ പ്രസിഡൻ്റ് ബഹുമാന്യ സുഹൃത്ത് പ്രിയപ്പെട്ട യാഹുമോൻ ഹാജി, കോട്ടക്കൽ നിയോജകമണ്ഡലം KMCCയുടെ ജനറൽ സെക്രട്ടറി, നമുക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം ആശംസിച്ച, ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ സംരംഭങ്ങളുടെയൊക്കെ പിറകിൽ ഒരു കരുത്തായി നിലകൊള്ളുന്ന, പ്രായത്തിൽ കവിഞ്ഞ ആവേശത്തോടെ KMCCക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ മുജീബ് റഹ്മാൻ, ട്രഷറർ പ്രിയപ്പെട്ട സുഹൃത്ത് PTM വില്ലൂർ, പിന്നെ വേദിയിലുള്ള ബഹുമാന്യരായ മുസ്തഫ തിരൂർ, KMCC സെക്രട്ടറി ഇസ്മായിൽ അരീക്കുറ്റി, ഗഫൂർ തയ്യിൽ, പ്രിയപ്പെട്ട മോൻ, ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ ട്രഷറർ MP റഷീദ്, ബഹുമാന്യ സ്നേഹിതൻ അല്ലൈൻ ബീരാൻകുട്ടി സാഹിബ്, അലി KP, ജഹാംഗീർ, ഇസ്മായിൽ, ഉസ്മാൻ, ഫഖറുദ്ദീൻ, അസീസ്, ഷൗക്കത്ത്, KMCCയുടെ കോട്ടക്കൽ മണ്ഡലം വൈസ് പ്രസിഡൻ്റ് കൂടിയായ, പ്രതിഭാശാലിയായ, എൻ്റെ വിദ്യാർത്ഥി കൂടിയായ, പ്രസംഗകനും എഴുത്തുകാരനുമായ റഷീദ് അടക്കം വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റു ഒട്ടേറെ നേതാക്കളുണ്ട്. താഴെ ഇരിക്കുന്നവരും പലരും വളരെ നേതാക്കൾ തന്നെയാണ്. വലിയ വലിയ ആളുകളെയാണ് ഞാൻ സദസ്സിൽ കാണുന്നത്. എല്ലാവരും വലിയ ആളുകളാണ്. എല്ലാവർക്കും ഞാൻ എൻ്റെ ആദരം അറിയിച്ചു കൊള്ളുന്നു. ഞാനിവിടെ ഇരിക്കുമ്പോൾ ആലോചിക്കുകയായിരുന്നു, എത്ര വികാര
നിർഭരമായ ഒരു ചടങ്ങാണ് കോട്ടക്കൽ നിയോജക മണ്ഡലം KMCC സംഘടിപ്പിച്ചിട്ടുള്ളത്. മിക്കവാറും കോട്ടക്കൽ മണ്ഡലത്തിലെ നേതാക്കളും പ്രവർത്തകരുമാണ് സമ്മേളിച്ചിട്ടുള്ളത്. പക്ഷേ KMCC എന്ന ഒരു കുടുംബം, മണ്ഡലത്തിന് പുറത്തുള്ള ഏതാനും സഹോദരങ്ങളും സദസ്സിലുണ്ടാവുക സ്വാഭാവികമാണ്. ഈ രാത്രി ഇത്ര സുന്ദരമായ ഒരു ചടങ്ങ് സത്യമായിട്ടും പുത്തൂർ റഹ്മാൻ സാഹിബ് പറഞ്ഞത് ശരിയാണ്. ഇതിന് തീയതി കണ്ടെത്താൻ ഞങ്ങളൊക്കെ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ സ്വയം മത്സരിക്കാത്തത് കൊണ്ട് UDF മത്സരിക്കുന്ന പല മണ്ഡലങ്ങളിലും പോകാനുള്ള ഒരു നിർബന്ധിതാവസ്ഥയുണ്ട്. ഞാനത് ചെയ്യാറുണ്ടായിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പിലും. കഴിഞ്ഞ തവണ മാത്രം ഞാൻ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണത് ചെയ്യാതെ പോയിട്ടുള്ളത്. അതിനു മുമ്പൊക്കെ പാർട്ടി ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം എന്ന നിലയിൽ അതിൻ്റെ വിളി പല ഭാഗത്തുനിന്നും വന്നുകൊണ്ടിരിക്കുന്നു. മുജീബ് വിളിച്ച് റഷീദും വിളിക്കും. പ്രിയപ്പെട്ട അഷ്റഫ് പ്രസിഡൻറ്റ് വീട്ടിൽ തന്നെ വന്ന് അദ്ദേഹം നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ക്ഷണിച്ച് എങ്ങനെ ഇതിനൊരു തീയതി കാണും എന്നാലോചിച്ച് വിഷമിച്ചതാണ്. സ്ഥാനാർത്ഥി ഇവിടെ എത്തുന്നത് എങ്ങനെ എന്നും ഞാൻ ആലോചിച്ചിരുന്നു. എൻ്റെ കാര്യം തന്നെ എങ്ങനെയാണെങ്കിൽ വോട്ട് ചോദിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ സ്ഥിതി എത്ര പരുങ്ങല്ലായിരിക്കും നിയോജക മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ. പക്ഷേ KMCC എന്ന് പറയുമ്പോൾ ആർക്കും ഒഴിവാക്കാൻ സാധിക്കില്ല. മുസ്ലിം ലീഗുകാർക്ക് പ്രത്യേകിച്ച് ഒഴിവാക്കാൻ സാധിക്കില്ല. അത് ലീഗുകാരുടെ വൈകാരികമായൊരു കുടുംബമാണ്. വിളിച്ചാൽ വേലിപ്പുറത്ത് എന്ന പോലെയാണ് ഞങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് തീയതി കുറിച്ച് അതനുസരിച്ച് ഞങ്ങളൊക്കെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ് പുത്തൂർ റഹ്മാൻ സാഹിബൂടെ പറഞ്ഞ പോലെ ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷേ വലിയൊരു കാര്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്, വലിയൊരു സംഗതിയാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് ഉച്ചക്ക് ഒരു ഭക്ഷണ കൂട്ടായ്മയിൽ മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ സ്വന്തം താമസ സ്ഥലത്ത് ഞങ്ങളൊക്കെ സമ്മേളിച്ചിരുന്നു. എത്ര വൈകാരികമായിരുന്നു ആ ഒരു കൂട്ടായ്മ എന്ന് ഞാനിവിടെ വിവരിക്കുന്നില്ല. അതും ഒരു യോഗം പോലെയായി, ഒരു കൺവെൻഷനായി, അല്ലെങ്കിൽ ഒരു ക്യാമ്പ് പോലെയായി. അവിടെയും ഞങ്ങളൊക്കെ പരസ്പരം ആശയവിനിമയം ചെയ്തു, സംസാരിച്ചു. അപ്പോഴൊക്കെ ഞാൻ ഓർക്കുകയായിരുന്നു എത്ര നല്ല രീതിയിലാണ് KMCC പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വികസനത്തിൻ്റെ രേഖയും ഒരു എടുത്തു പറയേണ്ട സംഗതിയാണ്. സദസ്സിനൊരു തെറ്റിദ്ധാരണയും വേണ്ട, ഞങ്ങളൊന്നും അതിലൊരു പങ്കും വഹിച്ചിട്ടില്ല. അതിൻ്റെ പ്രസിദ്ധീകരണത്തിൽ ചെറിയ തെറ്റിദ്ധാരണ പോലും വേണ്ട. എനിക്കറിഞ്ഞുകൂടായിരുന്നു ഇതെങ്ങനെയാണ് ഇവർ തയ്യാറാക്കുന്നതെന്ന്. ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേന്ന് എൻ്റെ സ്നേഹിതൻ മണ്ഡലം വികസന പ്രവർത്തനങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പോഴുമുള്ള മണ്ഡലക്കാരൻ തന്നെയായ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ എൻ്റെ ഒരു കൂടെ പ്രവർത്തിച്ച അബ്ദുറഹ്മാൻ പറഞ്ഞു അതിൻ്റെ ഒരു കരട് കോപ്പി കാണണോ എന്ന് ചോദിച്ചു എന്നോട്. ഇപ്പോൾ സമയമല്ല, വിമാനം കയറാൻ രാത്രി വളരെ വൈകുന്നതിന് മുമ്പ് ഞാൻ വളരെ തിരക്കിലായിരുന്നു. ആയിക്കോട്ടെ, കണ്ടാൽ നല്ലതാണെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കമനീയമായിട്ട് ചെയ്തിരിക്കുന്നു. എല്ലാ വർക്കും ഒന്നും ഉൾപ്പെടുത്താൻ കഴിയില്ല, ധാരാളം നമ്മൾ 5 കൊല്ലം പക്ഷേ അതിൻ്റെ പട്ടിക കൊടുത്തിട്ടുണ്ട്. പല വർക്കും അവർ നേരിട്ട് ആ സ്പോട്ട് ചെന്ന് ഫോട്ടോ എടുത്ത് പ്രവൃത്തി നടക്കുന്ന സ്ഥലത്ത് വരെ പോയി വളരെ ശാസ്ത്രീയമായിട്ടത് തയ്യാറാക്കിയിരിക്കുന്നു. മാത്രമല്ല, എനിക്ക് അത്ഭുതം തോന്നി, ഓരോ സ്ഥലത്തും നടന്ന പ്രധാനപ്പെട്ട വികസന പ്രവർത്തനത്തെപ്പറ്റി അഭിപ്രായം പറയാൻ അവിടുത്തെ നാട്ടുകാരനായ ഒരാളെ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണവും കൂടി ആ വികസന പദ്ധതിയോട്, അത് ലീഗോ UDF ഒന്നും ആകണമെന്നില്ല, ഏതോ ഒരു നാട്ടുകാരൻ, ചിലരൊക്കെ വേറെ ഏതൊക്കെയോ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്, അവരുടെ പ്രതികരണവും ഓരോ പേജിലും വായിച്ചപ്പോൾ ഇത്ര മികവുറ്റ ഒരു പ്രസിദ്ധീകരണം ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ തയ്യാറാക്കിയ KMCCയെ എൻ്റെ മണ്ഡലം കമ്മിറ്റിയിലെ എൻ്റെ സഹോദരങ്ങളെ, അനുജന്മാരെ വെറും നേതാക്കന്മാരെന്ന് വിളിച്ചാൽ പോരാ, പ്രതിഭാശാലികളായ നേതാക്കന്മാരെന്ന് വിശേഷിപ്പിക്കണം എന്നെനിക്ക് തോന്നി. ഞാനിതിവിടെ പറയണത് ആർക്കെങ്കിലും സംശയം തോന്നാം. ഞങ്ങളൊക്കെ അല്പസ്വല്പം എഴുത്തും കാര്യങ്ങളൊക്കെ ആയി നടക്കുന്നവരായതുകൊണ്ട് തയ്യാറാക്കുന്നതിൽ എൻ്റെ എന്തെങ്കിലുമൊക്കെ 1 ഇഞ്ച് പോലും എൻ്റെ സംഭാവന ഉണ്ടായിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ സ്റ്റാഫും കണ്ടിട്ടില്ല. ഈ വികസന പ്രവർത്തനങ്ങളിൽ
അതങ്ങനെ നടന്നതാണ് നല്ലതെന്നും എനിക്ക് തോന്നുന്നു. ഞാൻ പറയാം, അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫ് പറയാമെന്നൊക്കെ പറയുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരു അതിശയോക്തിയോ സ്വയം വിവരിക്കുന്നതായിട്ടുള്ള ഒരു സംഗതിയോ കടന്നുകൂടാം. അത് KMCCക്ക് വിട്ടുകൊടുത്ത് അവർ ചെയ്യട്ടെ. അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. ഞങ്ങളിങ്ങനെ ഒരു പ്രസിദ്ധീകരണം നമ്മളങ്ങോട്ട് പറഞ്ഞതുമല്ല. കുഞ്ഞു എന്ന് ഞങ്ങൾ വിളിക്കുന്ന നിങ്ങളുടെ പ്രസിഡൻറ്റ് അഷ്റഫ് എൻ്റെ വീട്ടിൽ വന്ന്, റഷീദ് ഉണ്ടായിരുന്നു വൈസ് പ്രസിഡൻറ്റ്. അവർ സംസാരിച്ചപ്പോൾ അവർ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ്. നല്ല കാശും അവരതിന് ചിലവഴിച്ചിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല സാമ്പത്തിക ചിലവുള്ള രീതിയിലാണ് ഈ പ്രസിദ്ധീകരണം നല്ല മേനിക്കടലാസിൽ, നല്ല നിലവാരത്തിൽ, നല്ല വർണ്ണശബളമായി അച്ചടിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ അബ്ദുറഹ്മാൻ പറയായിരുന്നു, എനിക്കും അറിഞ്ഞൂടാ അതിലെന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, എന്തൊക്കെയാണ് മാറ്റർ, ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ലിസ്റ്റ് ഓഫീസിൽ നിന്ന് കൊടുത്തതല്ലാതെ. അപ്പം ഞാൻ അതിനു വേണ്ടി പ്രവർത്തിച്ച എങ്ങനെ നന്ദി പറയാതിരിക്കും, എങ്ങനെ നന്ദി ചൊല്ലാതിരിക്കും? അതൊന്നും പറയാതെ എനിക്കിവിടെ 2 വാക്ക് പറയാൻ സാധിക്കില്ല. ഇവിടെ വന്നിട്ട് വേറെ ഒരു പ്രസംഗം ചെയ്തു പോകുന്നതിനേക്കാൾ എൻ്റെ എന്ന് പറയുമ്പോൾ അല്പം അഭിമാനത്തോടെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവരൊക്കെ എൻ്റെ ഈ മുജീബ് നമ്മളപ്പുറത്ത്, വീട്ടിൻ്റെ അപ്പുറത്താണ്. ഈ ഇരിക്കുന്ന അഷ്റഫ്, ഞങ്ങൾക്കൊക്കെ വളരെ ബഹുമാനപ്പെട്ട ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, CV അബ്ദുറഹ്മാൻ മുസ്ലിയാർ. വളരെ വലിയ പണ്ഡിതൻ, അച്ചിപ്ര മാറാക്കരയിൽ. വളരെ സൗമ്യനായൊരു പണ്ഡിതനായിരുന്നു. കലഹത്തിനില്ല, വക്കാണത്തിനില്ല, ശാന്തൻ, സൗമ്യൻ. എന്നോടൊക്കെ വലിയ സ്നേഹമായിരുന്നു. അതേ അടുത്ത കാലത്ത് നിര്യാണം പ്രാപിച്ചു പോയി. ഞാൻ എൻ്റെ മുമ്പിൽ ആളുകൾ വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും കാണുമ്പോൾ, പലപ്പോഴും എൻ്റെ ഒരു സ്ഥിതി, ഞാൻ ആ ആളെ കാണുന്നതിന് പകരം അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കാണാൻ ശ്രമിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരു മാതാപിതാക്കളുടെ ആളാണ്. എല്ലാവരും അതല്ലേ എന്ന് ചോദിക്കും, ചിലർ കൂടുതലായിരിക്കും. എൻ്റെ ജീവിതത്തിൽ വളരെ എനിക്ക് തന്നെ മേൽവിലാസമായി മാറിയത് എൻ്റെ ഒരു പ്രസംഗം മാതാവിനെക്കുറിച്ചുള്ള പ്രസംഗമാണ്. ഒരു പ്രസംഗകന് അഡ്രസ്സ് ഉണ്ടാക്കുമെങ്കിൽ അങ്ങനെ ഒരു പ്രസംഗകൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു പ്രസംഗമാണ് നാട്ടികക്കടപ്പുറത്തെ അമ്മ പ്രസംഗം. തീവണ്ടിയിലൊക്കെ ചിലപ്പോൾ ആളുകൾ വന്നിട്ട്, ഒരു പരിചയമില്ലാത്ത ആളുകൾ ട്രെയിനിൽ വന്നിട്ട്, വേറെ എവിടുന്നോ ഒരു രീതിയിലും എന്നെ അറിയാത്ത ആളുകൾ, എവിടെയും കാണാൻ സാധ്യതയില്ലാത്ത ആളുകൾ, ഉദ്യോഗസ്ഥരോ എഴുത്തുകാരോ ബുദ്ധിജീവികളോ ഒന്നും ആവാമല്ലാതിരിക്കാം, ഉദ്യോഗസ്ഥനോ വിദ്യാർത്ഥിയോ, വല്ല ബാംഗ്ലൂരിലെ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ, ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾ ഈ സമദാനിയാണോ ഈ അമ്മ പ്രസംഗം എന്ന് ചോദിക്കുന്നതിന് ഞാൻ പലപ്പോഴും സാക്ഷിയായിട്ടുണ്ട്. അപ്പോൾ ഒരു ആ വാക്ക് സംസാരിച്ച വ്യക്തിക്ക് മേൽവിലാസമായ പോലെ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഇരിക്കുമ്പോൾ, ഒരു പക്ഷേ ഈ സ്റ്റേജിലിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചൊരു സംഗതി, അഷ്റഫിൻ്റെ വാപ്പ ഒരു പണ്ഡിതൻ, മുജീബിൻ്റെ വാപ്പ അവിടുത്തെ ഒരു പൊതുകാര്യ പ്രസക്തിയുള്ള ഒരു വ്യക്തി, വലിയൊരു ബഹുമാന്യനായ വ്യക്തി. KKS തങ്ങളുടെ ബാപ്പ കേരള നിയമസഭയിലെ ഒരു പഴയകാലത്തെ MLA, ഇന്നത്തെ കാലത്ത് നിന്ന് വളരെ വ്യത്യസ്ത. ആബിദ് ഹുസൈൻ തങ്ങളുടെ പിതാവ് KKS തങ്ങൾ, അന്നത്തെ ഒരു വലിയ ജനപ്രതിനിധി. പുത്തൂർ റഹ്മാൻ്റെ ബാപ്പ അവിടുത്തെ ഒരു ബഹുമാന്യ പണ്ഡിതൻ. നമ്മളൊന്ന് പിറകോട്ട് സഞ്ചരിച്ചാൽ, അൻവർ നഹയുടെ ബാപ്പ കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ഔക്കാദർ കുട്ടി നഹ സാഹിബ്. യാവുമോൻ്റെ ബാപ്പ ചെമ്മുക്കൻ മൊയ്തു ഹാജി. VV ഗിരി ഞങ്ങളുടെ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ചികിത്സക്ക് വന്നപ്പോൾ VV ഗിരിക്ക് ആയുർവേദ കോളേജ് വേണമെന്ന് ആവശ്യപ്പെട്ടൊരു ചരിത്രമുണ്ട് കോട്ടക്കലിന്. 965 കാരണം 75-ലാണ് ഞാൻ SSLC പാസ്സാവുന്നത്. ഞാൻ കുട്ടിയായിരുന്ന കാലത്താണ് ഈ സംഭവം. ഞങ്ങൾ കോട്ടക്ക ചന്തക്ക് പോകുമ്പോൾ
ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പറയേണ്ടത്. നാട് മാറി, നാടിനെ മാറ്റിയത് നമ്മുടെ പൂർവീകർ തന്നെയാണ് എന്ന് അടിവരയിട്ട് പറയാനാണ് ഇത് പറയണത്. ഇവിടെ വന്നിട്ട് വെറും വോട്ട് വോട്ട് എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്കത് കേൾക്കുമ്പോൾ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ അതിനോടൊരു ചരിത്രം അല്പം കൂട്ടിച്ചേർത്തെന്ന് മാത്രം. ആ വോട്ടിനൊരു കാരണം നമ്മൾ പറയണമല്ലോ. അതൊക്കെ നല്ലോണം ബോധ്യമുള്ളവരാണ് ഈ ബഹുമാനപ്പെട്ട സദസ്സിൽ. അതുകൊണ്ട് ഞാൻ ചില ഓർമ്മകൾ ഓർത്തു പോയതാണ്. അപ്പോൾ കോട്ടക്കലെ കൈലാസ മന്ദിരത്തിൻ്റെ മീതെ ദേശീയ പതാക പറക്കുമായിരുന്നു, വലിയ ദേശീയ പതാക. കൗതുകത്തോടെ നമ്മൾ നോക്കി നിൽക്കും. അപ്പോൾ ആളുകൾ പറയും, VV ഗിരി ചികിത്സിക്കാൻ വന്നിട്ട് അവിടെ പാർക്കുകയാണ്. PS വാര്യരുടെ വീട്ടിൽ. കോട്ടക്കൽ ആയുർവേദ കോളേജ് വേണമെന്ന് പറഞ്ഞ് അന്ന് നിവേദനം കൊടുത്തിട്ട് നമ്മൾ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിലാണ് ആ ആയുർവേദ സർവകലാശാല കോട്ടക്കലിൽ യാഥാർത്ഥ്യമാക്കിയത്. ഒരുപാട് വർഷമെടുത്തു, പക്ഷെ നടന്നു. ഞാൻ എൻ്റെ ബാക്കി പണി തുടങ്ങിയാൽ മതി. താൽക്കാലിക ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കലക്ടറെ ലൈസൺ ഓഫീസറായിട്ട് നിയമിച്ചു. ആയുർവേദക്കാർ സന്തോഷിച്ചു, കേരളം മുഴുവനുള്ള ആയുർവേദക്കാർ. കാരണം കോട്ടക്കലിൻ്റെ ഒരു പര്യായ പദമാണ് ആയുർവേദം. ലോക ഭൂപടത്തിലുള്ളൊരു അങ്ങാടിയാണ് കോട്ടക്കൽ. കോട്ടക്കൽ അങ്ങാടി കൂടി പോകുമ്പോൾ അത്തറിൻ്റെ പരിമളത്തിൽ ആ അങ്ങാടി കൂടി സഞ്ചരിക്കുന്നവർ കുളിച്ചു പോകും. ഊത് കട, അത്തറ് കട, പെർഫ്യൂംസ്. എന്തുകൊണ്ടാണ്? ആര്യവൈദ്യശാലയിലും മറ്റു ആയുർവേദ സ്ഥാപനങ്ങളിലും. വേറെ ആയുർവേദ സ്ഥാപനങ്ങൾ ഇപ്പോൾ അവിടെ കുറേ ഉണ്ട്. ഒന്നിൻ്റെ വാർഷികത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ പോയിരുന്നു. അതിലൊക്കെ ചികിത്സിക്കാൻ വരുന്ന അറബികളുടെ സുഗന്ധത്തോടുള്ള ആഭിമുഖ്യത്തെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി തുറന്ന കടകൾ. അതല്ലാതെ കോട്ടക്കൽ ഇത്ര വലിയ വിലപിടിപ്പുള്ള പെർഫ്യൂം വാങ്ങാൻ ആരുടെ കയ്യിലുണ്ട് കാശ്? വലിയ വിലപിടിപ്പുള്ള. ഇപ്പോൾ ഷെയ്ഖ് ഖസറജി ഈ നാടിൻ്റെ മന്ത്രിയായിരുന്നു, വസീറുൽ ഔഖാഫ് മർഹൂം റഹിമഹുല്ലാ. അദ്ദേഹം അവിടെ ആര്യവൈദ്യശാല ചികിത്സക്ക് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗസ്റ്റായിട്ടാണ് ഞാൻ ഈ നാട് ആദ്യം സന്ദർശിക്കുന്നത്. UAE ഞാൻ ആദ്യം വരുന്നത് ഗവൺമെൻറ് അതിഥിയായിട്ടാണ്, ഷെയ്ഖ് ഖസറജിയുടെ അതിഥിയായിട്ടാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബും ഞാനും കൂടിയാണ് വരുന്നത്. ഞങ്ങൾ രണ്ടാളും കൂടി നടത്തിയ ഔദ്യോഗിക സന്ദർശനമാണ്. എല്ലാ സ്ഥലത്തും പൊതുയോഗമായിരുന്നു, വലിയ വലിയ സമ്മേളനങ്ങളായിരുന്നു. ഇന്നലെ ഫുജൈറയിൽ പുത്തൂർ റഹ്മാൻ സാഹിബ് ഇവിടെ പറഞ്ഞ യോഗത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കായിരുന്നു, വലിയ പൊതുയോഗ അവിടെയൊക്കെ നടന്നത് എല്ലാ സ്ഥലത്തും. ഞങ്ങൾ പ്രസംഗം തീരുന്നവരെ ഞാൻ അന്നും കുറേ ദീർഘിച്ച് സംസാരിക്കുമ്പോൾ ഈ അറബികളായ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾക്ക് സേവനം ചെയ്യാനും ഞങ്ങൾക്ക് അകമ്പടിയായിട്ടും കൂടെ സഞ്ചരിക്കുന്നവർ ഈ പ്രസംഗം കഴിയുന്നവരെ കേട്ടു നിൽക്കും. പാതിരാവും 3-4 മണിക്കൂറൊക്കെ പ്രസംഗിക്കുമായിരുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞങ്ങളൊക്കെ ഇറങ്ങുന്നവരെ നിൽക്കും. വല്ലാത്തൊരു അനുഭവമാണ്. ഷെയ്ഖ് ഖസറജിയോടൊപ്പം ഒരു ദിവസം കോട്ടക്കൽ അങ്ങാടിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഷെയ്ഖ്, ഇതൊക്കെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഉണ്ടായ സംഭാവനകളാണ്. ഞങ്ങളുടെ ചെറുപ്പക്കാർ, ഞങ്ങളെ മുതിർന്നവരും UAE ഇമാറാത്തിലെത്തിയിട്ട് അവർ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ചതാണ്. നിങ്ങളുടെ നാടിൻ്റെ ആതിഥ്യമാണ്, നിങ്ങളുടെ സൽക്കാരമാണ്, നിങ്ങൾ നൽകിയ സ്വീകരണമാണ് ഞങ്ങളുടെ നാട്ടിൽ ഇത്ര വലിയ വികസനങ്ങൾ നടത്താൻ ഞങ്ങളെ സജ്ജരാക്കിയത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുമായിരുന്നു. ഈ ഷെയ്ഖ് ഖസറജി ഒരു അത്ഭുത വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുണ്യ റസൂലിനെ പറ്റി പറയും. അതായിരുന്നു ഞങ്ങളെ രണ്ടാളെയും വളരെ കണ്ണി ചേർത്തിരുന്ന പ്രധാനപ്പെട്ട സംഗതി. സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. പറഞ്ഞ് പറഞ്ഞ് കരയും. അടുത്തുള്ള ടിഷ്യൂ പേപ്പർ ഓരോന്ന് എടുത്തുകൊണ്ടേയിരിക്കും, കണ്ണ് തുടക്കും. എന്നെ കാണുമ്പോഴേക്ക് അദ്ദേഹം ഇത് പറയാൻ തുടങ്ങും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്ര തവണ പിൽക്കാലത്ത് ഞാൻ വന്നപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാതിരിക്കാൻ പാടില്ല. ഇവിടെ എപ്പോൾ വന്നാലും അദ്ദേഹത്തെ കാണണം. അദ്ദേഹം വലിയ സദ്യ ഒരുക്കും. ഒരിക്കൽ KMCCക്ക് വേണ്ടി ഞാൻ പോയിട്ട് ഒരു അംഗീകാരം അദ്ദേഹത്തിൻ്റെ ഇന്ന് വാങ്ങി. ഫുൾ ഫ്ലഡ്ജ്ഡ് അംഗീകാരമായിരുന്നില്ല, എന്നാലും KMCCയുടെ ചരിത്രത്തിൽ ഒരു കടലാസിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഒപ്പിട്ട ആദ്യത്തെ അംഗീകാര കടലാസ് ഷെയ്ഖ് ഖസറജി എന്ന കടലാസായിരുന്നു എന്ന് KMCCയുടെ നേതാക്കന്മാരന്ന് നാട് നീളെ ഇവിടെയൊക്കെയുള്ള പരിപാടികളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തോടുള്ള അടുപ്പത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രേഖ വേണം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്താൻ. അങ്ങനെ ഖസറജി ഒപ്പിട്ട് തരികയാണ്. അത്ര വലിയ വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്
നമ്മുടെ നാട്ടുകാർ. ഇന്നും ആ വിശ്വാസം നമ്മൾ നിലനിർത്തുകയാണ്. ഇന്നും ഈ നാട്ടിൽ, ഈ UAE-യിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന സമൂഹം ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ് എന്നുള്ളതിൽ നമുക്ക് പ്രത്യേകമായ അഭിമാനമുണ്ട്. അതിലേറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് മലയാളി സമൂഹമാണ് എന്നതിലും നമുക്ക് അഭിമാനമുണ്ട്. ഞാനിത് ഏതൊക്കെ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടോ ആളുകൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. MN കാരശ്ശേരി ഒരിക്കൽ പറഞ്ഞു, അടുത്ത എന്നോട്, ഞാൻ ഒരിക്കലും മറക്കൂല നിങ്ങളാ പറഞ്ഞത്, ഞാനും എൻ്റെ മകനും കൂടെ ഉള്ളൊരു സദസ്സിൽ വെച്ചിട്ടാണ് സമദാനി സാഹിബ് നിങ്ങളത് പറഞ്ഞത്. ആ അറബ് ഭാഷയിലെ പഴമൊഴി പുത്രൻ പിതാവിൻ്റെ പൊരുളാണ്. അവർ പോയാലും അവരുടെ സീക്രട്ടാണ് നമ്മൾ. വി ആർ ദ സീക്രട്ട് ഓഫ് അവർ ഫോർ ഫാദേഴ്സ്. പിതാവിൻ്റെ രഹസ്യമായിട്ടുള്ള നന്മകൾ മക്കളിലൂടെ ആവിഷ്കരിക്കപ്പെടുകയാണ്. അപ്പോൾ മൊയ്തുവാജി അന്ന് നിവേദനം കൊടുത്തവരെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഈ യാവുമോൻ അറിയോ? അറിയില്ലായിരിക്കും. മൊയ്തുവാജി VV ഗിരിയുടെ കൈ പിടിച്ചപ്പോൾ ആ കയ്യിന് നല്ല പരിപരിപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ യാവുമോൻ അറിയോ അദ്ദേഹത്തിൻ്റെ ബാപ്പയുടെ ഈ ചരിത്രം? എനിക്കറിയാം. നാടിൻ്റെ പൂർവീക ചരിത്രം കടന്നുപോയ, കാരണം അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അവരൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് ജയിപ്പിച്ച് അവരൊക്കെ നടത്തിയ ഒരു പ്രവർത്തനം, ആ ഹിസ്റ്ററി. അവിടുന്ന് പോകുന്ന നമ്മളിപ്പം എവിടെ എത്തിയെന്ന് തിരിഞ്ഞു നോക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം. ഗൾഫിക്ക് പോകുമ്പോൾ സൂപ്പർ വണ്ടിക്കാണ് കയറുക. എൻ്റെ ജ്യേഷ്ഠൻ ധാരാളം ഗൾഫിക്ക് പോയിട്ടുണ്ട് അന്നത്തെ കാലത്ത്. എൻ്റെ ജ്യേഷ്ഠൻ അബുദാബിയിൽ വന്നിട്ടാണ് ഞങ്ങളൊക്കെ ഈ കാര്യങ്ങൾ ഒരു വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്കൊക്കെ മുന്നോട്ട് വന്നു. ഈ ജ്യേഷ്ഠൻ അബുദാബിയിലുണ്ട്. ഞങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു പഠിപ്പിലേക്കൊക്കെ ഉള്ളൊരു വഴി ഒരുക്കുന്നത് അങ്ങനെയാണ്. ഈ നാടാണ്. ഈ നാടിനെ എങ്ങനെ മറക്കും? ഈ നാടിനെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. നമ്മൾ ഈ നാടിൻ്റെ ഔദാര്യത്തെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഷെയ്ഖ് സായിദിൻ്റെ പുണ്യങ്ങളെ മറക്കാൻ സാധിക്കില്ല, സേവനങ്ങളെ മറക്കാൻ സാധിക്കില്ല. ഇപ്പോൾ എണ്ണ പ്രശ്നം, മറ്റേ പ്രശ്നം, പ്രതിസന്ധി, UAE എന്ന് പറയുന്ന രാജ്യം അതിനൊക്കെ മറികടന്ന് ലോകത്തിലെ വലിയ സമ്പദ് ശക്തിയായി. ഇന്നലെ കുതിച്ചതിനേക്കാൾ കുതിക്കും. അത് ഞാൻ ഇവിടെ വന്നിട്ട് ആവേശപ്പെടാൻ വേണ്ടി പറയല്ല, ഞാൻ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് പറയാണ്. ഞാൻ ഇപ്പോൾ സമയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഓയിൽ സംബന്ധിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ എനിക്കതിനെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്. അതിനെങ്ങനെ കൈകാര്യം ചെയ്യുന്നെന്നും അതിനെങ്ങനെ കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ ഗവൺമെൻറ് പരിശ്രമിക്കുന്നെന്നും. 2008 ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി വന്നപ്പോൾ മലയാളികൾ ഒന്നടങ്ക് ഒഴിഞ്ഞു പോകാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിനൊക്കെ തരണം ചെയ്തു ഈ രാജ്യം. നമ്മളും തരണം ചെയ്തു, നമ്മൾ ഒന്നിച്ച് തരണം ചെയ്തു. UAE തരണം ചെയ്തു, ഇന്ത്യ തരണം ചെയ്തു, മലയാളികൾ തരണം ചെയ്തു. 2008 വലിയ ക്രൈസിസ് ഉണ്ടായത്, വലിയ പ്രതിസന്ധി. ഇന്നങ്ങനെ നോക്കുമ്പോൾ ഒരു ക്രൈസിസ് ഇല്ല. പിന്നെ ഇപ്പോൾ ദുബായിയെ സംബന്ധിച്ച് എണ്ണ ഈ നാടിൻ്റെ സമ്പദ്ഘടനയിലൊരു വിഷയമല്ല. ഇവിടെ വാണിജ്യവും മറ്റു പ്രധാനപ്പെട്ട സംഗതികളുമാണ്. സൗദി അറേബ്യത്തിൻ്റെ ഇടയിൽ എണ്ണ വില കൂട്ടി. ഇന്നും ഞാൻ സൗദി അറേബ്യയുടെ ബജറ്റിനെ കുറിച്ചുള്ളൊരു ലേഖനം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു പേജ് ലേഖനമുണ്ട്. സൗദി അറേബ്യയുടെ ഇക്കോണമി, അതാണ് അതിലെ വിഷയം. എനിക്കുള്ളൊരു അത്ഭുതം തോന്നി. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ തന്നെ ഈ ഒരു ലേഖനം ഇവിടുത്തെ പത്രത്തിൽ വന്നുകൊണ്ട് എനിക്കത് കാണാനും മനസ്സിലാക്കാനും സാധിച്ചു. സൗദി അറേബ്യ അതിനെയൊക്കെ വളരെ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോവാണ്. കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ ബജറ്റ് വന്നിരുന്നു. ആ ബജറ്റിലൊക്കെ തന്നെ അവർ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിന് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്, ഭൗതിക സൗകര്യ വികസനത്തിന്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഈ എണ്ണയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നതൊന്നും ഈ രാജ്യങ്ങളുടെ സമ്പദ്ഘടനയെ ബാധിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് അവരുടെ ബജറ്റുകളിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്ത്യക്കും ഇപ്പോൾ ആവശ്യതാണ്, കേരളത്തിനും ഇപ്പോൾ ആവശ്യം ഭാവിയുള്ള കാലത്ത് അതാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. നമ്മൾ കോട്ടക മണ്ഡലത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ചെയ്തുകൊണ്ടിരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുകയാണ്. യാത്രാ സൗകര്യങ്ങൾ,
ഇതൊന്നുമില്ലാത്തൊരു കാലത്തുനിന്ന് നാടിനെ മുന്നോട്ട് കൊണ്ടുവന്നത് ഇന്ത്യൻ യൂണിയൻ, മുസ്ലിം ലീഗും അതടങ്ങുന്ന മറ്റു ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ല, ആ പ്രദേശങ്ങൾ, മലബാർ പരിസര ജില്ലകൾ, അവിടെയൊക്കെ വലിയ മാറ്റം ഉണ്ടായി. അപ്പോൾ ഈ ജ്യേഷ്ഠൻ, ഞാൻ എൻ്റെ ഈ കാര്യം പറയുന്നത് നമ്മളെല്ലാവരും ജ്യേഷ്ഠന്മാരെ ഓർക്കാനാണ്, ആ ചരിത്രം ഓർക്കാനാണ്. സൂപ്പർ വണ്ടിക്ക് ബോംബേക്ക് പോകണം, 1.5 മിനിറ്റാണ് തിരൂരിൽ നിർത്തുക. അന്തിപ്പാതിരക്കാണ് വണ്ടി വരിക. സാധനം ലഗേജ് എറിഞ്ഞു കൊടുക്കണം. എനിക്കത് വളരെ സങ്കടമുള്ള രാത്രികളായിരുന്നു. കാരണം എൻ്റെ ജ്യേഷ്ഠൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ ഉപ്പയുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ 1-2 ദിവസം പിന്നെയും കണ്ണ് നിറയുന്നത് കണ്ടിട്ടുണ്ട്. ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും. അപ്പോൾ ആരോടും പറയില്ല, ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ കണ്ണ് നിറയുന്നത് ഞാൻ കാണുമായിരുന്നു. ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മൾ വന്നത്. ഈ പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. ബോംബെ പോകണം, പോകുമ്പോഴുള്ള ബേജാറ് മാത്രമല്ല, വേറൊരുപാട് ബേജാറുണ്ട്. ബോംബെ പോയിട്ട് ഇറങ്ങണം, ചെമ്പൂര് എന്നൊക്കെ പറഞ്ഞിട്ട് ബോംബെയിൽ സ്ഥലമുണ്ട് എന്നൊക്കെ ഞാൻ അന്ന് പഠിച്ചതാണ്. ഏതോ ടാക്സി വന്ന് കൊണ്ടുപോകും. സുരക്ഷിതമായിട്ട് എവിടെ എത്തുമെന്ന് പറയാൻ സാധിക്കില്ല. കൊള്ള നടക്കുമോ, ജീവൻ കിട്ടുമോ, ബാക്കിയാവുമോ, പല സംഭവങ്ങളും പറയണേക്കാം. ആ പേടിയും ബേജാറും ടെൻഷനും, പോകുന്നതിൻ്റെ ടെൻഷനും, ഇതൊക്കെ ആയിരുന്നു അന്നത്തെ സ്ഥിതി. അവിടുന്ന് മാറിയിട്ട് ഇപ്പോൾ എവിടെ എത്തി നമ്മൾ? ഉച്ചയ്ക്ക് ശേഷം പുത്തൂര പാടത്തെ തോട്ടുന്ന് മീൻ പിടിച്ചിട്ട് ആ മീൻ പൊരിച്ചിട്ട് ദുബായിലും അബുദാബിയിലും കൊണ്ട് അന്ന് രാത്രി ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് നാടിനെ മാറ്റിയെടുക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു. ആ കാഴ്ചപ്പാട് ഡെവലപ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാടാണ്, വികസനമാണ്. കേരളം ഭരിച്ചതിൽ പകുതി കാലം ഇടതുപക്ഷ മുന്നണി ഉണ്ടായിരുന്നു. ഞാനിതിനെ രാഷ്ട്രീയ വിമർശനത്തിൻ്റെ വേദിയാക്കണില്ല. ജസ്റ്റ് ഹാഫ് ഓഫ് ദി history of the modern Kerala has been ruled by a left government. അവർക്കത് മറക്കാൻ കഴിയുമോ? ആധുനിക കേരളം ഉണ്ടായതിൻ്റെ പകുതി കാലഘട്ടം അവർ ഭരണം നടത്തിയിട്ടുണ്ട്. വികസനത്തിൽ എന്ത് ചെയ്തു, ആര് ചെയ്തു എന്ന് നോക്കാനുള്ള ഒരു ഗ്രാഫ് ഇന്ന് കേരളീയൻ്റെ മുമ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വന്നിരിക്കുകയാണ്. മനസ്സിലായിട്ടുണ്ടോ? ഈ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ആബിദ് ഹുസൈൻ തങ്ങൾക്ക് കോട്ടക്കൽ വോട്ട് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ, അതുപോലുള്ള ഞാനിന്നിവിടെ പാറക്കൽ അബ്ദുള്ളയുടെയും മനയത്ത് ചന്ദ്രൻ്റെയും പരിപാടിയിലും പങ്കെടുത്തു. ഉച്ചക്കേശം കുറ്റ്യാടി മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ കൺവെൻഷനിൽ ഞാൻ പോയിരുന്നു. തിരുവള്ളൂരിൽ വലിയ ആവേശമായിരുന്നു. ഇവരൊക്കെ ജയിപ്പിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ എന്ത് ഫോർ വാട്ട്? എന്തിന്? ഫോർ ഡെവലപ്മെൻറ്റ്. പഴയ ഏർപ്പാട് ഇനി നടക്കില്ല. നാട്ടുകാർക്ക് ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ട്, മുമ്പുണ്ട്, ഇപ്പം കുറച്ച് കൂടുതലാണ്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. വണ്ടി മുന്നോട്ട് പോകണം, വികസന ചക്രം കറങ്ങണം, റോഡ് ഗതാഗതം വർദ്ധിക്കണം. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഓട്ടോറിക്ഷയിൽ അവനാൻ്റെ പടിക്കലി വന്ന് ഇറങ്ങാൻ പറ്റുമെന്നാണ്. അത് തെറ്റല്ല. ചില്ലറ ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുക്കാൻ തയ്യാറാണ്. അവനാൻ്റെ ഗേറ്റിൽ വന്നിട്ട് ഇറങ്ങണം. മീൻ വാങ്ങാൻ പോകുമ്പോൾ ഓട്ടോറിക്ഷയിൽ പോയിട്ട് ഓട്ടോറിക്ഷയിൽ തിരിച്ചു വരണം. അതിന് റോഡ് വേണം. കോട്ടക്കൽ മണ്ഡലം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്നേഹിതന്മാർക്ക് അറിയോ, കേരളത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മണ്ഡലമായിരിക്കും. ആബിദ് ഹുസൈൻ തങ്ങൾ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ കേട്ട് ഉത്കണ്ഠപ്പെടണ്ട. ഇഷ്ടംപോലെ മലകൾ, കുന്നുകൾ, നല്ല നീളം. പാണക്കാട്ടൂടെ ഒഴുകുന്ന കടലുണ്ടി പുഴ മുതൽ പൊന്നാനിയിൽ ചെന്ന് ചേരുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാരതപ്പുഴ വരെ. ഞാനെൻ്റെ ഇങ്ങനെയുള്ളൊരു മണ്ഡലം കേരളത്തിൽ വേറുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. നീണ്ട് പരന്ന് കിടക്കുന്ന, അതിനിടയിൽ കുന്നുകളൊന്ന് സഞ്ചരിച്ച് തീർക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. രാവിലെ പുറപ്പെട്ട ഒരു പരിപാടികൾ കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ ഒരുപാട് സമയം പോകും. അതും കുന്നും ഇഷ്ടംപോലെ ഒറ്റയടിക്ക്. ഇത് ധാരാളം റോഡാണ് ഇപ്പോഴും അവിടുത്തെ ആവശ്യമെന്ന് പറയാനാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ റോഡ് ആഗ്രഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നമ്മുടെ നാട്ടുകാർ ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ചെയ്തൊരു വലിയ പണി റോഡ് വെട്ടലാണ്. അതുകൊണ്ട് എൻ്റെ പല സ്വപ്നങ്ങളും എനിക്ക് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ സ്വപ്നം എൻ്റെ MLA ഫണ്ടും അസറ്റ് ഫണ്ടും കൊണ്ട് മനോഹരമായ കമനീയമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സ്കൂളുകൾക്ക്, ആശുപത്രികൾക്ക്. ആ എമൗണ്ടും കൂടി റോട്ടിലേക്കാണ് മുടക്കിയത്.
അത് എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് അത്ര ശരിയല്ല. ഞാൻ 12 കൊല്ലം ഇന്ത്യൻ്റെ പാർലമെൻറ്റിൽ ഇരുന്നപ്പോൾ ഏഷ്യാനെറ്റ് നടത്തിയ സർവേയിൽ കേരളത്തിലെ പാർലമെൻറ്റ് അംഗങ്ങളിൽ MP ഫണ്ട് ചെലവഴിക്കുന്നതിൽ 1-ാം സ്ഥാനത്തേക്കാണ് ഏഷ്യാനെറ്റ് എന്നെ തിരഞ്ഞെടുത്തത്. നമ്പർ 1. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഏഷ്യാനെറ്റിൻ്റെ സർവേ അവരുടെ സ്ക്രീനിൽ TV വരുമ്പോൾ 1 എന്ന് പറഞ്ഞിട്ടായിരുന്നു. സംഖ്യ മുടക്കിയ കാര്യത്തിൽ, പദ്ധതികൾ കൊണ്ടുവന്ന കാര്യത്തിൽ, സമയത്തിന് തുക ചെലവഴിച്ച കാര്യത്തിൽ. അപ്പോൾ എനിക്ക് അന്നേ ഉള്ളൊരു ഐഡിയയാണ്, നല്ല ബിൽഡിങ്സ്, പക്ഷെ ആ മോഹം മാറ്റിവെച്ചു. സാധാരണക്കാർക്ക് റോഡ് വേണം. ഇവിടെ മുജീബ് സ്വാഗത പ്രസംഗത്തിൽ ഒരു ആമപ്പാറ റോഡ് ഇത്രയേറെ ആവേശപ്പെട്ട് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു സൈക്കോളജി ഉണ്ട്, ഒരു മനഃശാസ്ത്രമുണ്ട്. റോഡ് സൗകര്യം നമ്മളവിടെ പ്രധാനം തന്നെയാണ്. ആളുകൾക്ക് ആവശ്യമുള്ളതാണ് വികസനം. നമ്മുടെ കിനാക്കളും ഭാവനകളും പങ്കുവെച്ചാൽ മാത്രം പോരാ. കുറച്ച് ഭാവന കൊണ്ടുവരണം ഡെവലപ്മെൻറ്റിൽ ഒരു ജനപ്രതിനിധി. പക്ഷേ ആ ഭാവനയിൽ മാത്രം രമിച്ചുകൂടാ. യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം കാൽപ്പനിക മണ്ഡലത്തിൽ വിരാജിക്കേണ്ടത്. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരുപാട് സംഗതികൾ, അവിടുത്തെ ആ ഒരു റോഡിൻ്റെ കാര്യം, കുടിവെള്ളം വലിയ പ്രശ്നമാണ്. തിരുനാവായ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയ കാലഘട്ടമാണ് ഈ കഴിഞ്ഞ 5 കൊല്ലം. PJ ജോസഫിൻ്റെ നേതൃത്വത്തിൽ കേരള അസംബ്ലിയുടെ മുകളിലെ തട്ടിലൊരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. ജോസഫുമായിട്ടൊക്കെ നമുക്ക് വലിയ ബന്ധമാണ്. ജോസഫ് വല്ല സമയം കിട്ടിയാൽ എൻ്റെ അടുത്ത് വന്നിരിക്കും അസംബ്ലി നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ പോയിരിക്കും. എന്തിന്? അതേ ഒരു പാട്ടുകാരനാണ്. ഇപ്പോൾ ഹിന്ദുസ്ഥാനിയിലെ വല്ല പാട്ടും മൂളും. എന്നിട്ട് എന്നോട് പറയും എൻ്റെ അർത്ഥം എന്ന് പറയുന്നു പറയും. സഭയിൽ വലിയ ബഹളമൊക്കെ നടക്കുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് ഇതാണ് നല്ല പണി. ആവശ്യമില്ലാതെ കസേര ഉന്താൻ പോകുന്ന ആളുകളേക്കാൾ എത്രയോ മെച്ചല്ലേ അവിടെ ഇരുന്നിട്ട്. പാർലമെൻറ്റിൽ വല്ലാത്ത മോശപ്പെട്ട ചർച്ച നടക്കുമ്പോൾ ഞാൻ ഇതേ സംഗതി നടത്തിയിരുന്നു. അന്ന് എൻ്റെ കൂട്ടുകാരൻ MA ബേബി ആയിരുന്നു. ആ രീതിയിൽ വളരെ PJ ജോസഫ് വന്നിരുന്ന് പല കഥ പറയും. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ഒരു ഫയൽ വെച്ച് കൊടുക്കും, വേഗം പാസ്സാവും. അങ്ങനെയാണ് ഇതൊക്കെ നടത്തിയിട്ടുള്ളത്, ഒരു ഫയൽ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തും ചെയ്യും.